വളരെ ചെറുപ്പത്തിൽ ഫെയിം ഉം, ഉള്ള ഉം, കിട്ടിയിട്ടുള്ള ഉം, ഒരാളാണല്ലോ. ഉം. ആൻഡ് ഇപ്പൊ ആദ്യത്തെ സിനിമ നോട്ട്ബുക്കിൽ ചെയ്ത ഒരു കുഞ്ഞു സാധനമാണെങ്കിൽ അതുപോലും നോട്ടീസബിൾ ആ, ആണ്. ഉം, അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഫെയിം കിട്ടിയപ്പോൾ ഉം. എപ്പോഴെങ്കിലും ക്യാരിഡ് അവേ ആവോ, അല്ലെങ്കിൽ ഇതെന്താന്ന് കൺഫ്യൂസ്ഡ് ആവോ, എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നോ? ഇല്ല. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ വളരെ സിമ്പിളായിട്ട് ജീവിക്കുന്ന ഒരാളാണ് സത്യമായിട്ടും. എനിക്ക് എന്താ പറയുക, ഞാൻ സിനിമയിൽ വന്നിട്ട് ആക്ച്വലി കൊച്ചിയിൽ താമസിക്കാൻ തുടങ്ങിയതും കുറേ കഴിഞ്ഞിട്ടാണ്. ഓക്കെ. ലൈക്ക് സിനിമയിൽ വന്ന ഓൾറെഡി എല്ലാവരും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യല്ലോ. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഐ വെൻറ്റ് ടു ബോംബെ ആൻഡ് ഐ ഡിഡ് എ കോഴ്സ് ആൻഡ് ദെൻ ഐ കെയിം ബാക്ക് ആൻഡ് അപ്പോഴാണ് ഞാൻ കോളേജ് പഠിച്ച സെൻറ്റ് ട്രീസസ്, പക്ഷെ ഞാൻ കോളേജ് ഹോസ്റ്റലിലായിരുന്നു. ഓക്കെ. ഇങ്ങോട്ട് മാറി പിന്നെ അങ്ങനൊരു സിനിമയ്ക്ക് വേണ്ടി നിൽക്കാൻ തുടങ്ങിയത് ഞാൻ പറഞ്ഞില്ലേ കോക്ടെയിൽ ആ ഒരു സമയത്താണ്. പക്ഷെ അപ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ ഐ എം 21. അപ്പം നമുക്ക് കുറേയൊക്കെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി. മനസ്സിലാവുന്ന ഒരു ഏജാവും. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ആസ് എ പേഴ്സൺ ഐ ഡോണ്ട് ഗെറ്റ് ക്യാരിഡ് അവേ ബൈ ഫെയിം ബിക്കോസ് ഐ ക്ലിയർലി നോ ദാറ്റ് ദറ്റ്സ് വെരി ടെമ്പററി. ഓക്കെ. അതായത് ഷിബില, നമ്മൾ എത്ര എത്ര സക്സസ്ഫുൾ ആയിട്ടുള്ള ആളാണെങ്കിലും എത്ര ഫേമസ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും ഒരു നിമിഷം മതി അതെല്ലാം തകർന്ന് താഴ്ന്ന് റോക്ക് ബോട്ടം ഹിറ്റ് ചെയ്യാൻ. ആ ഒരു സാധനം, ആ ഒരു ഗ്രൗണ്ടഡ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലൈഫ് ഐ ഓൾവേസ് ഹാഡ്, ഐ സ്റ്റിൽ ഹാവ്. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല എപ്പോഴും ജീവിതം. അത് ഫെയിം ആവട്ടെ, കാശാവട്ടെ, എന്താണെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ അഹങ്കരിക്കാൻ നമുക്ക് ലൈഫ് ലോങ് ഉണ്ടാവും എന്ന് പറയുന്ന നമ്മളെ സ്വന്തം ശ്വാസം വരെ നമുക്ക് ലൈഫ് ലോങ് ഉണ്ടാവും എന്ന് പറഞ്ഞ് നമുക്ക് അഹങ്കരിക്കാൻ പറ്റില്ല എന്നത് വളരെ ക്ലാരിറ്റിയിൽ ഇപ്പം എനിക്കിത് പറയാൻ പറ്റും. പക്ഷെ ആ ഒരു ഏജിൽ എനിക്ക് അതിൻ്റെ സത്യം അറിയാം. Now I can put it into words and tell you Yeah, I yeah. knew it. ആ സമയത്ത് എനിക്ക് ആ ഒരു ഇതാണ് നമ്മൾ ഇതിലൊന്നും എന്താ പറയുക, ഭയങ്കരമായിട്ട് ക്യാരിഡ് അവേ ആയി പോരുത് എന്നൊരു സാധനം എനിക്കറിയാം. പിന്നെ എൻ്റെ വീട്ടിൽ നിന്നും പഠിപ്പിച്ചിട്ടുള്ളത് അതാ. അപ്പം അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും എൻ്റെ ഏട്ടൻ മാരീഡ് അല്ല. സോ ഇറ്റ് വാസ് ജസ്റ്റ് മീ, മൈ അച്ഛൻ, അമ്മ, ഏട്ടൻ. അവരെപ്പോഴും എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മൾ ചുറ്റുമുള്ളവരോട് നന്നായി പെരുമാറുക, നമ്മൾ ഗ്രൗണ്ടഡായി ഇരിക്കുക എന്നുള്ള കുറച്ച് കുറച്ച് ക്വാളിറ്റീസ് ഐഡിയോളജീസ് എൻ്റെ വീട്ടിൽ നിന്ന് ചെറിയ കുട്ടിയാകുമ്പോഴേ ഇത് പഠിപ്പിച്ച് തന്നിട്ടുള്ളതുകൊണ്ട് എൻ്റെ ലൈഫിൽ ഒരു സ്റ്റേജിലും ഞാൻ എൻ്റെ ഫെയിമിലോ അല്ലെങ്കിൽ കാശിലോ അല്ലെങ്കിൽ വേറെ ഒരു മെറ്റീരിയലിസ്റ്റിക് ഫാക്ടേഴ്സിലോ ക്യാരിഡ് അവേ ആയിട്ടില്ല. ഇപ്പൊ ഒരുപാട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഹിറ്റ് സിനിമകളുടെ ഭാഗമാണ്. ഇപ്പൊ നോട്ട്ബുക്ക് തൊട്ട് ഒരുവിധം തട്ടത്തിൻ മറയത്താണെങ്കിലും കോക്ടെയിൽ ആണെങ്കിലും കൽക്കി, അങ്ങനെ എല്ലാം ഹ്യൂജ് നെയിംസ് ഉള്ള സിനിമകളാണ്. റൺ ബേബി റൺ. റൺ ബേബി റൺ, ഇങ്ങനെ കുറെ സിനിമ. അപ്പൊ എപ്പോഴാണ് അഭിനയം ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളത്? ആൻഡ് വൈ ഡിഡ് യു ടേക്ക് എ ബ്രേക്ക്? ഞാൻ ഏറ്റവും കൂടുതൽ സിനിമ എൻജോയ് ചെയ്യാൻ തുടങ്ങിയത് ആക്ച്വലി കോക്ടെയിൽ ചെയ്ത് തുടങ്ങിയപ്പോഴാണ്. കാരണം അത് അരുൺ ചേട്ടൻ്റെ മൂവി ആൻഡ് അതൊരു ഭയങ്കര ഡിഫറെൻറ്റ് സിനിമയായിരുന്നു ആ മലയാളത്തിൽ. സമയത്ത് അതെ, ഒരു ട്വിസ്റ്റ്. അതെ. അതിൻ്റെ മേക്കിങ്ങും ഭയങ്കര ഡിഫറെൻറ്റ്. മുംബൈ പോലീസ്, യാ. കാരണം മുംബൈ പോലീസ് റോഷൻ സാറായിരുന്നു. വീണ്ടും. നോട്ട്ബുക്ക്, അതെ. അപ്പം അങ്ങനെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു സമയത്താണ് ഞാൻ ആക്ച്വലി സിനിമ എൻജോയ് ചെയ്ത് തുടങ്ങിയത്. പിന്നെയെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ എൻ്റെ ഒരു ഐ സ്റ്റോപ്ഡ് ആക്ടിങ്. ലൈക്ക് ഞാൻ അവസാനത്തെ ആക്റ്റീവായി നിന്നിരുന്ന ഒരു സമയം നിർത്തിയത് 2014-15 സമയത്താണ് ചെയ്യണം. ഓക്കെ. കൽക്കി ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ആക്റ്റീവായിട്ട് നിൽക്കാം എന്നാണ് വിചാരിച്ചത്. പക്ഷെ എന്ത് പറ്റിച്ചാൽ കൽക്കി ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയ ഓട്ടോ ഇമ്മ്യൂൺ ഇഷ്യൂ വന്നു. അങ്ങനെ എനിക്ക് പിന്നെയും ബ്രേക്ക് എടുക്കേണ്ടി വന്നു. അങ്ങനെയാണ് ഞാൻ സ്റ്റൈലിങ്ങിക്ക് വരുന്നത്. പിന്നെ പിന്നെ ഒരു 5 ഇയേഴ്സ് ഒരു കോർപ്പറേറ്റ് സ്റ്റൈലിസ്റ്റ് ആയിട്ടുള്ള ജീവിതമായിരുന്നു. ആൻഡ് ദൈവം സഹായിച്ച അടുത്ത വർഷം ഐ വിൽ ബി ബാക്ക് ഇൻ മൂവീസ്.